ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആവാത്തതുകൊണ്ട് പറയണതല്ല. ഞാൻ പറഞ്ഞ രീതികൾ പറഞ്ഞാണ്. ജൂലൈ 2-ാം തീയതി രാത്രി 12 മണി വരെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CID മൂസ. 12 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റൂല. കാരണം എനിക്ക് 2-3 മണിക്കൂർ ഉറങ്ങണം. കുറേ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. കാരണം രാവിലെ 11 മണിക്ക് എനിക്ക് സെൻസറാണ് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം. ഫിലിമിലാണ് ഓർക്കണം. ഒരു ഫിലിമിൽ ഈ സാധനം ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാൻ തന്നെ നേരം വെളുക്കും. ഇപ്പോഴത്തെ പോലെ ഡിജിറ്റൽ ഇതിലല്ലല്ലോ. എന്നിട്ട് 4-ാം തീയതി റിലീസാണ് പടം. 3-ാം തീയതി സെൻസർ, 4-ാം തീയതി പടം റിലീസായി, 2-ാം തീയതി രാത്രി ഷൂട്ട് ചെയ്തിരിക്കുക. ഈ സാധനം വരണം. എന്നിട്ട് അത് നമ്മൾ ഫിലിമിലാണ്. ഇതിൻ്റെ ടെക്നോളജി ഭയങ്കര പണിയുള്ള സാധനം തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സെൻസറും കഴിഞ്ഞ് 4-ാം തീയതി പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2-ാം തീയതി നൈറ്റിലെടുത്ത് പാട്ടുകൊണ്ട് ഇടയിൽ കയറ്റണേ. അത് ഇന്ന് നടക്കൂല. ഇന്ന് ഒരു സാധനം ഇപ്പം നമ്മൾ പടം അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഒരു ഫ്രെയിം ടച്ച് ചെയ്യാൻ പറ്റില്ല. വൺസ് അത് കയറി കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ എന്ന് പറയുന്ന ഒരു സാധനം നടന്നുകൊണ്ടിരിക്കും. അപ്പം അവിടെയും നമ്മൾ വർക്ക് ചെയ്താണ്, ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രീതികളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ചില സമയത്ത് ഇവിടെ എന്തെങ്കിലും കൂട്ടിയിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ എക്സ്പീരിയൻസ് ചെയ്ത് ഇത് ഇത്ര ഉള്ളൂ, ഇതിങ്ങനെ എഡിങ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്കത് പോവാം. നമ്മൾ അവിടെ അല്ല, നമ്മൾ ഇതിൻ്റെ കൂടെ ഓടുമ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതേ ഞാൻ പറഞ്ഞു തന്നെ. ദിലീപേട്ടന് ഒരുപാട് സിനിമകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്കാണെങ്കിൽ ഐക്കോണിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ദിലീപേട്ടന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ട് എനിക്ക് മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അടുപ്പമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാം? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പെട്ടുപോലെ. അല്ല, കാരണം എനിക്ക് ഒന്നാമത് ഞാൻ ഭൂരിഭാഗം സിനിമകളും എനിക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ ഞാൻ ഓരോ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു അച്ഛനോടും അമ്മോടും പോയിട്ട് നിങ്ങൾക്ക് ഏത് മക്കളെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോട പോലത്തെ ഒരു സാധനം. എന്നാൽ ഏത് ക്യാരക്ടറിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് ഒരു ക്യാരക്ടറോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി? പോയിട്ടിപ്പോൾ ഞാൻ പറയാം, ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിലെ ആ അത്ലറ്റിന് അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ച ഒരാളാണ് ഞാൻ. ചാന്തുപൊട്ട് കഴിഞ്ഞുകൊണ്ടാണോ? ആ ചാന്തുപൊട്ട് കഴിഞ്ഞിട്ട് ഉള്ളതും. അത് മാത്രമല്ല, എനിക്ക് കിട്ടിയത് സ്റ്റേറ്റ് നാഷണൽ റിയലായിട്ട് ഓടുന്നവന്മാര്. അവരുടെ കൂടെ സ്പൈക്സ് വിട്ടിട്ട് ഞാൻ ഓടും. അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ എന്ന് ഞാൻ ഇവരോട് ഇവര് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫുൾ ക്യാമറയിൽ കാണുകയും ചെയ്യാം. അവസരം പറഞ്ഞ് വേണ്ടേട്ടാ നിങ്ങൾ ഓർഡർ പോലെ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് 6 to 8 വരെ അവർ പ്രാക്ടീസ് ചെയ്യും. ഞാൻ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഓട്ടം തന്നെയാണ്. ഈ സാധനമില്ല. 5-ാമത്തെ ദിവസം എനിക്ക് ബസ്സിലൊക്കെ കയറി. നമുക്ക് ശീലമില്ലാത്ത കാര്യമല്ലേ ഇതൊക്കെ. ഓട്ടോടോ നമ്മൾ പിന്നെ പ്രോഗ്രാമിന് പോയി ഓടിയിട്ടുള്ള ശീലയിലുള്ളൂ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ